നെ എനിക്കറിയാവുന്ന ആ പുള്ളി അത്രയും ഒരു അഴിമതിക്കാരനാണെന്ന് തോന്നുന്നില്ല. പത്മകുമാറിനെ കുറിച്ച് പിന്നെ അങ്ങനെ ഒരു പറയാൻ തന്ത്രിയെ പിടിച്ചാൽ എല്ലാ തന്ത്രിമാരും കൊടുക്കും. തന്ത്രി അറിയാതെ ഒരു പൂ പോയിട്ട് നമുക്ക് നെറ്റിയെ തൊടാനൊരു ഭസ്മം പോലും ശബരിമല കിട്ടിയില്ല. മെഴുവേലി പഞ്ചായത്ത് 8-ാം വാർഡിൽ മത്സരിച്ചത് മുൻ MLA KC രാജഗോപാലനാണ്. അദ്ദേഹം വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഭൂരിപക്ഷം വലിയ തരത്തിൽ കുറയുകയാണ് ചെയ്തത്. ആ കുറഞ്ഞതിന് പിന്നിൽ പാർട്ടിയിലെ ചില ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ള ആരോപണമാണ് മുൻ MLA KC രാജഗോപാലൻ ഉന്നയിക്കുന്നത്. KC ഇങ്ങനൊരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ ഒരു എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് വരാതെ കൊടുക്കും. 2024 പടക്കം പൊട്ടിച്ചതും മെഴുവേലി പഞ്ചായത്ത് പോയപ്പോഴും പടക്കം പൊട്ടിച്ചവരടക്കം ഉള്ളവർക്കെതിരെ പരാതി കൊടുക്കും. പിന്നെ പത്മകുമാറിൻ്റെയും എൻ്റെയും കൂടെ ഫോട്ടോ ഇട്ട് വിശ്വാസികളുടെ വികാരം ഹനിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും പരാതി കൊടുക്കും. പിന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ശബരിമല വിഷയത്തിൽ നിന്ന് CPM രക്ഷപ്പെടണമെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യണം. CPM രക്ഷപ്പെടുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ അങ്ങയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കുറയാനിടയാക്കിയ ആ ഒരു സാഹചര്യം എന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇന്ന് രാവിലെ 6-7 പേര് എന്നെ കാണാൻ വന്നു, ഈ വാർഡിൽ നിന്നും മറ്റു വാർഡിൽ നിന്നും. അങ്ങനെ ഒരു സാഹചര്യവും പിന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ രാഷ്ട്രീയമായ പരാജയമല്ല, 100 വോട്ടിലധികം ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അവർ വളരെ പ്ലാനിങ്ങോടുകൂടി എനിക്കും വോട്ട് കുറച്ച് ഈ വാർഡിക്കാരിയായ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറച്ചു. അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. പ്ലാനിങ്ങിന് പിന്നിൽ ആരാണ്? ഏരിയ സെക്രട്ടറിക്ക് അത്രയൊന്നും പ്ലാൻ ചെയ്യാനുള്ള കെൽപ്പം ഒന്നുമില്ല, മറ്റു ചില ബുദ്ധി എന്നൊരുമായിരിക്കും. ഏരിയ സെക്രട്ടറി അങ്ങനെ ബുദ്ധിയില്ലാത്ത കഴിവിട്ടളാണെന്നാണ് പറയുന്നത്. 100%. അല്ലെങ്കിൽ മലപ്പുറശ്ശേരിയിൽ ഓരോ സീറ്റെങ്കിലും കിട്ടിയില്ല. ഇവിടെ നിന്ന് എന്നെയും ഈ പഞ്ചായത്ത് മാറാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം, ബ്രാഞ്ച് സെക്രട്ടറിയെ സൂചിപ്പിച്ചാൽ മതി പാർട്ടി അംഗം, ലോക്കൽ സെക്രട്ടറിയെ സൂചിപ്പിച്ചാൽ മതി ബ്രാഞ്ച് സെക്രട്ടറി. ഈ സംഘടനാ സംവിധാനം കോഴഞ്ചേരിയിൽ വലുതാണ്. സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാനങ്ങനെ സംസ്ഥാനത്ത് പോയിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ ഈ അഭിപ്രായം സംസ്ഥാന നേതൃത്വം കണ്ട് പാർട്ടി സംഘടന കെൽപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനിടയ്ക്ക് കേരളത്തിൽ ഈ 100-ലധികം സീറ്റിൽ CPM ജയിക്കും. ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്കത് മാറ്റം വരുത്തിയില്ല എങ്കിൽ CPM വലിയ തരത്തിൽ തിരിച്ചടിയിലേക്ക് പോകുമെന്നുള്ള ധ്വനി കൂടി അതിനകത്തുണ്ടോ? സംഘടനാപരമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം വേണ്ട. ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി കർക്കശക്കാരനാണ്. ആ കർക്കശം താഴോട്ട് സൂചിപ്പിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്ന സംവിധാനം മുടി പരിശോധിച്ച് കഴിഞ്ഞാൽ CPM അടുത്ത പ്രാവശ്യവും കേരളത്തിൽ അധികാരത്തിൽ വരത്തുള്ളൂ. ഒരു തർക്കവും വേണ്ട. ശബരിമല വിഷയത്തിനകത്ത് ഇപ്പോൾ N. വാസു, പത്മകുമാർ അടക്കം ഇപ്പോൾ അറസ്റ്റിലാണ്. വാസുവിനെ എനിക്കറിയാവുന്ന ആ പുള്ളി അത്രയും ഒരു അഴിമതിക്കാരനാണെന്ന് തോന്നുന്നില്ല. പത്മകുമാറിനെ കുറിച്ച് പിന്നെ അങ്ങനെ ഒരു പറയാൻ തന്ത്രിയെ പിടിച്ചാൽ എല്ലാ തന്ത്രിമാരും കൊടുക്കും. തന്ത്രി അറിയാതെ ഒരു പൂ പോയിട്ട് നമുക്ക് നെറ്റിയെ തൊടാനൊരു ഭസ്മം പോലും ശബരിമല കിട്ടിയില്ല. ഉറപ്പാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അങ്ങ് പറയുന്നത്. ഗുരുതരമായ ഞാൻ പന്തളം കൊട്ടാരമായി ഞാൻ KSYFൻ്റെ ചെങ്ങന്നൂർ താലൂക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പന്തളം കൊട്ടാരത്തിലെ ശശിവർമ്മ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അങ്ങനെ ഞാൻ ചെറുപ്പകാലം മുതൽ പന്തളം കൊട്ടാരമായി എനിക്കുള്ള ബന്ധവും ഓരോ ആണി അടിക്കുമ്പോഴും പന്തളം കൊട്ടാരത്തിലെ ശബരിമലയിലെ ഓരോ ആണി അടിക്കുമ്പോഴും അവിടെ കൂട്ടക്കരച്ചിലായിരുന്നു. സംശയം പത്മകുമാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവതുല്യരെന്ന് കരുതുന്ന ആളുകൾ പോലും ഇതിനകത്ത് കുടുങ്ങും. അവരാരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ ദൈവതുല്യരെന്ന് പറയുന്ന ആളുകൾ തന്ത്രിയൊക്കെ ആയിരിക്കാം അല്ലേ? ദൈവതുല്യ ആളുകൾ ശബരിമല സംബന്ധിച്ചിടത്തോളം തന്ത്രി എല്ലാവരും ദൈവതുല്യമല്ല. എനിക്ക് പന്തളം കൊട്ടാരമായിട്ടുള്ള അടുത്ത സമയം ശശിവർമ്മ മരിക്കുന്ന സമയത്തും ശശിവർമ്മയുടെ മക്കളുമൊക്കെ ആയിട്ട് കൊട്ടാരവും അവർക്ക് ശബരിമലയായിട്ടുള്ള ബന്ധവും തന്ത്രിക്ക് കാശ് കൊടുത്ത് അവിടെ എവിടെയെങ്കിലും ഒരു ആണി അടിച്ചാൽ പന്തളം കൊട്ടാരത്തിൻ്റെ വേദന ഞാൻ കണ്ടിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്ത്രിമാർ അന്നിരുന്നവർ മുഴുവൻ, ഞാൻ പറയട്ടെ, ഈ
തലക്കെട്ടുണ്ട്, തലക്കെട്ട്. ഉറങ്ങാൻ നേരത്തുള്ള അരിവരാസന തലയിലൊരു നേര് കെട്ടും, അതിന് കോടിയാവില്ല. ദേഹത്ത് ഭസ്മം വെക്കും. ഓരോ പിന്നെ 2 വിരലിറക്കുന്ന ഭസ്മത്തിന് ലക്ഷങ്ങളാവില്ല. ഇതൊന്നും തന്ത്രി അത് നടക്കുകയില്ല. ഞാൻ ഗുരുതരമായ ആരോപണമാണ്. ഞാനിത് സംസ്ഥാന ഗവൺമെൻറ്റിനെയും CPM രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരഭിപ്രായം. അങ്ങ് പറയുന്ന ഒരു മുൻ MLA CPM മുതിർന്ന നേതാവ് അങ്ങ് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങയുടെ ഈ പറയുന്ന ഭൂരിപക്ഷം കുറയാനുള്ള കാരണം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം പ്രവർത്തിച്ച രീതിയുണ്ട്. ശബരിമല വിഷയവും അവിടെ തന്ത്രി അറിയാതെ ഈ കൊള്ളയും നടക്കില്ല എന്ന് 2 കാരണങ്ങൾ പറയുന്നത്. 2 കാരണം ഉറപ്പായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് മുൻ MLA KCR പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയാനിടയാക്കിയ സാഹചര്യം ഏരിയ സെക്രട്ടറി ഇടപെടലാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറോ വാസുവോ മാത്രമല്ല, തന്ത്രി അടക്കമുള്ള ആളുകൾ, തന്ത്രി അറസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരും എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടിയാണ് KCR പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.